ഹലോ നമസ്കാരം. ആം യുവർ ഹ്യൂമൻ ഹിയർ. മലയാളത്തിന്റെ മോളിവുഡ് ടൈംസ്. മോളിവുഡ് ടൈംസിനെതിരെ പോലീസ് കേസെടുത്തേക്കാണ്. സംഭവം സെൻസർ ബോർഡ് റൂൾസ് തെറ്റിച്ചതുകൊണ്ടാണ്. അതായത് പടത്തിലിടയ്ക്ക് കുറച്ച് പച്ചയ്ക്ക് മലയാളം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതൊക്കെ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് അങ്ങ് മാറ്റി. പടം ഇറക്കിയപ്പോൾ അവർ അൺകട്ട് വെർഷനാണ് ഇറക്കിയത്. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത വെർഷനാണ് ഇറക്കേണ്ടി വന്നെങ്കിൽ സംഗീത് പ്രതാപിന്റെ പോർഷൻ മൊത്തം മ്യൂട്ടായിരിക്കും. ഇൻ ഫിലിമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അത് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും പടത്തിന് ആൾക്കാർ കുറവായിരുന്നു. ഇത് കേൾക്കുമ്പോൾ പടത്തിന് ചെറിയൊരു പമ്പ് കിട്ടും. പിന്നെ സെൻസർ ബോർഡ് നോക്കിയ ഒറ്റ പടത്തിലും ഇതുപോലത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് സെൻസർ ബോർഡിനോട് ഒന്നേ പറയാനുള്ളൂ, ഇനി കുറച്ച് റിലീസുകളാണ്. അതായത് കോളിവുഡ് റിലീസ്. ആദ്യം തന്നെ മോസ്റ്റ് ഹൈപ്ഡ് ഫിലിം, അതായത് കോളിവുഡിൽ നിന്ന് മോസ്റ്റ് ഹൈപ്ഡ് ഫിലിം ആയിട്ടുള്ള ജയിലർ 2. രജനീകാന്തിന്റെ ജയിലർ 2 അറിയാലോ, ക്യാമിയോസിന്റെ അയ്യർ കളിയുള്ള പടമാണ്. മോഹൻലാൽ, ഹൃത്തിക് റോഷൻ, ശിവരാജ് കുമാർ, വിജയ് സേതുപതി, എൻ്റെ അമ്മോ. അപ്പോൾ പടം ആദ്യം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് ഓഗസ്റ്റിലായിരുന്നു. പിന്നെ അത് മാറ്റി സെപ്റ്റംബറിലേക്ക് മാറ്റി. ഇപ്പോൾ നവംബറിൽ ദീപാവലിക്കാണ് കൺഫേം ആക്കിയേക്കുന്നത്. അതേപോലെ സൂര്യ 47 ദീപാവലി റിലീസായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം സൂര്യ 47 മൂവിയിൽ സൂര്യയുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ അതിനെപ്പറ്റി മീഡിയാസ് ജിത്തു മാധവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഫുള്ളി പടം റാപ്പ് ചെയ്യാൻ കുറച്ച് ദിവസം കൂടി വേണം. അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് സമയത്ത് തന്നെ തരുമെന്നും, അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ഒക്കെ. ആൻഡ് വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് പടത്തിൽ ലാലേട്ടൻ ഉണ്ടാവുമെന്ന് ചെറിയൊരു റൂമർ ഉണ്ടായി. ആൻഡ് ലാലേട്ടൻ പടത്തിന്റെ ഭാഗമല്ല എന്ന് ഒഫീഷ്യലി ജിത്തു മാധവൻ കൺഫേം ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു കാലത്ത് കറുത്ത ഷർട്ട് വെള്ളമുണ്ട് ട്രെൻഡ്. ആൻഡ് കണ്ട് ശീലിച്ചൊരു ഫിലിം സ്റ്റൈലിൽ നിന്ന് മാറ്റി പിടിച്ച സ്റ്റൈൽ. പറഞ്ഞു വന്നത് വേറെ ആരെയും പറ്റിയല്ല, ദ ബ്ലോക്ക് ബസ്റ്റർ കോംബോ അൽഫോൺസ് പുത്രൻ ആൻഡ് നിവിൻ പോളി. ആൻഡ് ദേ ആർ ടീമിംഗ് കം ഫോർ എ മൂവി. ആൻഡ് നിവിൻ പോളിയുടെ 50ാമത്തെ പടമാണ്. ജൂൺ 27 പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച്. അൽഫോൺസ് പുത്രൻ ഗോൾഡും കൊണ്ടുവന്ന് നൈസായിട്ടൊന്ന് പാളിയായിരുന്നു. ഇതിൽ പാളില്ലെന്ന് വിശ്വസിക്കുന്നു.